വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്കും ആ വണ്ടിയുടെ മുമ്പിലായിട്ടൊക്കെ ടിറ്റിയും വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു. കൊലപാതകമൊക്കെ നടത്തിയത് സുണിച്ചുള്ളല്ല, മറിച്ച് നീയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നീയാണ് കൊന്നതെന്ന കാര്യം എല്ലാം തന്നെ തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലതെന്നൊക്കെ ചൂവിന്റെ അടുത്ത് ഡിറ്റക്റ്റീവ് പറയുമ്പോഴത്തേക്കും കീഴടങ്ങുവാനായിട്ട് ആയിരുന്നില്ല ചൂ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ചൂവും തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധമൊക്കെ എടുത്തിട്ട് ഡിറ്റക്റ്റീവിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഗാമനും അവന്റെ കഴുത്തിനൊക്കെ അടിച്ചു വീഴ്ത്തുന്നു. എന്റെ നോട്ട്ബുക്കൊക്കെ ചൂവിന്റെ കയ്യിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് എടുക്കുവാനായിട്ടാണ് ഞാനും ഇവിടെ എത്തിയതെന്നൊക്കെ ഗാമനും അറിയിക്കുന്നുണ്ട്. മിഡ് ടൈം എക്സാം ഒക്കെ ആകാറായിട്ടുണ്ട്. ചീവുവും ചൂണും ഹോസ്പിറ്റലിലാണ് ഉള്ളതെങ്കിലും അവർ അവിടെ വെച്ച് പഠിക്കുകയൊക്കെയാണ്. ബാക്കി കുട്ടികൾ സ്കൂളിൽ ചെന്നിരുന്നും പഠിക്കുന്നു. സുണിച്ചൂള് മുത്തശ്ശന്റെ കൂടെയൊക്കെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അതേസമയം സുണിച്ചൂളിന്റെ ഫ്രണ്ട്സ് അവര് കാറ് വീട്ടി കിട്ടിയിട്ടുണ്ടായിരുന്ന പണം എല്ലാം തന്നെ ഇപ്പോൾ മുത്തശ്ശന്റെ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ കൊടുക്കുന്നു. മിഡ് ടൈം എക്സാംസ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഗാമനും എക്സാം ഒക്കെ ഈസി ആയിരുന്നു എന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഒൻപതാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ 1 അല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജോണും ഗാമന്റെ ക്ലാസ്സിലേക്കൊക്കെ കയറി വരുന്നത്. അതേസമയം അതിന്റെ ഉത്തരം ഓപ്ഷൻ 3 അല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജീവും ഹിവും കൂടി ഈ ഒരു ക്ലാസ്സിലേക്കൊക്കെ വരുന്നു. പക്ഷെ ഗാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ 5 ആയിരുന്നു. അതേസമയം സെഹ്യൂൺ ഓപ്ഷൻ 3 ആയിരുന്നു ഉത്തരവെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗാമിനും ആകെ വിഷമിച്ചൊക്കെ പോവുകയാണ്. ഡിറ്റക്റ്റീവും പുതിയൊരു പ്രൊജക്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു യോൻബയ്ക്ക് ഗ്യാങ്ങിലേക്കൊക്കെ കുട്ടികൾ പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ കൂടുതലാണല്ലോ. അങ്ങനെയുള്ള കുട്ടികളെ തടഞ്ഞിട്ട് നല്ല വഴിക്കൊക്കെ കൊണ്ടുവരിക എന്ന രീതിക്കാണ് ഈ പ്രൊജക്ട് ഒക്കെ ഉള്ളത്. സോ നിലവിൽ യോൻബയ്ക്ക് ഗ്യാങ്ങിന്റെ അംഗമായിട്ടുള്ള ആൾക്കാരെയാണ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് ഒന്നും തന്നെ നിലനിൽക്കുകയില്ല. യോൻബയ്ക്ക് ഗ്യാങ്ങിലുള്ള ഏതെങ്കിലും ഒരു കുട്ടി മനസ്സൊക്കെ മാറിയിട്ട് ഈ പ്രൊജക്ടിന്റെ ഭാഗമാക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഈ ഒരു പ്രൊജക്ട് ഒക്കെ ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചേക്കുവാനൊക്കെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഡിറ്റക്റ്റീവിന്റെ അടുത്ത് സീനിയർ ഡിറ്റക്റ്റീവ് ഒക്കെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവിടെ മനസ്സ് മാറി എത്തിയിട്ടുണ്ടായിരുന്ന സോണിച്ചോളും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത്. സോ ഡിറ്റക്റ്റീവിന്റെ ആ ഒരു പ്രൊജക്ട് ഒക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ വിശ്വസിച്ച് ഡിറ്റക്റ്റീവ് നിൽക്കുന്നു. ഗാമിന്റെ അമ്മയൊക്കെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അമ്മയും ടീച്ചറിനെ കോൾ ചെയ്യുന്നു. അന്നത്തെ ദിവസം എക്സാം ഒക്കെ അവസാനിച്ച ദിവസമായിരുന്നു. പക്ഷെ ഗാമൻ ഇതുവരെയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. ഗാമൻ എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുവാനായിട്ടായിരുന്നു അമ്മയും ലീനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഗാമനും ഫ്രണ്ട്സും കൂടി കറങ്ങുവാനൊക്കെ പോയിരിക്കുകയാണെന്നൊക്കെ ലീ പറയുമ്പോഴത്തേക്കും സാധാരണ ഈ ഒരു ദിവസം അവനങ്ങനെ കറങ്ങുവാനായിട്ട് പോകുന്നതല്ല എന്നൊക്കെ അമ്മയും അറിയിക്കുന്നു. ഇപ്പോൾ അവരെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും കുട്ടികൾ എല്ലാവരും തന്നെ ആർക്കേഡിലൊക്കെ പോയി ഗെയിംസ് ഒക്കെ കളിച്ച് വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ ഗാമനും അതൊന്നും തന്നെ അത്രയ്ക്ക് ശ്രദ്ധിക്കാതെയൊക്കെ നിൽക്കുന്നു. പഞ്ചൊക്കെ ചെയ്തിട്ട് അതിൽ എത്രത്തോളം പവർ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഗെയിമും മറ്റൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ നമുക്ക് ആ മെഷീനിൽ പോയി പഞ്ചൊക്കെ ചെയ്യാം. ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന ആള് വേണം നമുക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരുവാനായിട്ട്. എന്തായാലും നിങ്ങൾ കൂടി എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂണും സെഹ്യോണയും അതുപോലെ തന്നെ ഗാമിനെയും കൂടി കൂട്ടിക്കൊണ്ടൊക്കെ പോവുകയാണ്. ആദ്യം പഞ്ച് ചെയ്യുന്നത് സെഹ്യൂണാണ്. സെഹ്യൂണ് ടോപ്പായിട്ടുള്ള ഒരു സ്കോർ ഒക്കെ കിട്ടുന്നുണ്ട്. രണ്ടാമതായിട്ട് പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ചൂടിന് സ്കോർ വളരെയധികം കുറവായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഗാമിന് എന്തുകൊണ്ടാണ് മിഡ് ടൈം എക്സാം ഒക്കെ കഴിയുന്ന സമയത്ത് ഒരിടത്തും പോകാത്തതെന്നൊക്കെ ലേ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും സാധാരണയായിട്ട് 4 ദിവസങ്ങളിൽ ഞാൻ ഗാമിനെ ശല്യം ചെയ്യാറേ ഇല്ല. അതെല്ലാം തന്നെ ഓരോ സെമസ്റ്ററിന്റെയും മിഡ് ടൈം എക്സാമിന്റെയും ഫൈനൽ എക്സാമിന്റെയും അവസാന ദിവസമാണ്. അന്നത്തെ ദിവസങ്ങളിൽ അവൻ എപ്പോഴും അവൻ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ തെരി ചെക്ക് ചെയ്യും. അവൻ ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അവന് അവന്റെ ശക്തിയെ കൺട്രോൾ ചെയ്യുവാനേ സാധിക്കാത്തൊരു ദിവസമൊക്കെയാണ് ഇത് എന്നൊക്കെ അമ്മയും പറയുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു സെഹ്യൂണേക്കാളും കുറവ് സ്കോറൊക്കെ ആയിരുന്നല്ലോ ജൂൺ പഞ്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മിഷൻ കംപ്ലൈന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ജൂണും. സോ അത് കംപ്ലൈന്റ് അല്ല എന്നൊക്കെ നീ ഒന്ന് തെളിയിച്ചു കൊടുക്ക്. അതിനു വേണ്ടിയിട്ട് നീ കൂടെ ഒന്ന് പഞ്ച് ചെയ്യുന്നൊക്കെ സെഹ്യൂണും ഇപ്പോൾ ഗാമിന്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും ഗാമിനും സർവ്വശക്തിയും എടുത്തൊരു പഞ്ചൊക്കെ അതിനും കൊടുക്കുന്നു. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ആ ഒരു മെഷീൻ തന്നെ തകർന്നു പോവുകയാണ്. ഇപ്പോൾ കുട്ടികൾ എല്ലാവരും തന്നെ ആകെ മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഗാമിനും ആ ഒരു മിഷനൊക്കെ തകർത്തത് കൊണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ ജീവു കുറ്റപ്പെടുത്തുന്നതെല്ലാം തന്നെ ജോണിനെയാണ്. ജോൺ മര്യാദയ്ക്കൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഗാമിൻ ഇതുപോലെ ആ ഒരു മിഷന്റെ അടുത്ത് പഞ്ച് ചെയ്യുവാനായിട്ട് പോവുകയില്ലായിരുന്നു എന്നും അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് തകരുകയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജീവുവും സംസാരിക്കുന്നു. പക്ഷേ ഗാമിൻ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഹീബോണും നിനക്ക് പരീക്ഷയ്ക്ക് മാർക്കൊക്കെ കുറയുമെന്ന് കരുതിയിട്ടാണോ നീ ഇത്രത്തോളം മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നതെന്നൊക്കെ ഗാമിന്റെ അടുത്തും ചോദിക്കുന്നു. എല്ലാ തവണത്തെയും പോലെ ആയിരിക്കുകയില്ല ഈ ഒരു എക്സാം എന്നൊക്കെ ആയിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത്രയ്ക്ക് മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഗാമിനും.
മൊത്തം ക്വസ്റ്റ്യൻസിൽ നിന്നും കറക്കിക്കുത്തിയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 20 മാർക്ക് മിനിമം കിട്ടുകയില്ലേ? പിന്നെയും എന്തുകൊണ്ടാണ് നിനക്ക് അത്രയ്ക്ക് മാർക്കൊക്കെ കിട്ടാതെ പോയതെന്നൊക്കെ ജിവു ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഏതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം ഗാമൻ അറിയുകയില്ല എങ്കിൽ ഗാമൻ ഒരിക്കലും അത് കറക്കി കുത്തുവാനായിട്ട് നിൽക്കാറില്ല. ആ ഒരു മാർക്കൊന്നും തന്നെ താൻ അർഹിക്കുന്നില്ല എന്നൊക്കെയാണ് അവൻ പറയാറുള്ളതെന്നൊക്കെ സെഹോൻ പറയുമ്പോഴത്തേക്കും ഗാമന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഇരിക്കെ ആ ഒരു മൂഡ് മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്യുവാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ സെഹ്യോടും ചോദിക്കുകയാണ്. വെള്ളമൊക്കെ തിളപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അതിന് ഉത്തരമൊക്കെ പറയുവാനായിട്ട് ചൂണും ഹിവോണും റെഡി ആയിരുന്നെങ്കിൽ പോലും അതിന്റെ ഉത്തരമൊക്കെ പറയുവാനായിട്ട് സെഹ്യോൺ പറയുന്നത് ഗാമന്റെ അടുത്താണ്. അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നൂഡിൽസ് ഒക്കെ കഴിക്കാമല്ലോ എന്നാണ് ഗമൻ പറയുന്നത്. പക്ഷേ അതിനുത്തരം സെഹ്യോൺ തന്നെ പറഞ്ഞു കൊടുക്കുന്നു. വെള്ളമൊക്കെ തിളപ്പിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എപ്പോഴാണ് തിളപ്പിക്കുവാനായിട്ട് വെച്ച ആ ഒരു വെള്ളം ബോയിലിംഗ് പോയിന്റിലൊക്കെ എത്തുക, അപ്പോൾ മാത്രമായിരിക്കും അതിലെ ബബിൾസ് ഒക്കെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ആ ബോയിലിംഗ് പോയിന്റിൽ എത്തുന്നിടം വരെ അതിൽ ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ് സെഹുണും പറയുന്നത്. പക്ഷെ എന്താണ് സെഹുൺ പറഞ്ഞതെന്ന് അവർക്ക് ആർക്കും തന്നെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടൊക്കെ തന്നെ നമുക്ക് തോന്നുക ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായില്ല എന്നൊക്കെയാണ്. പക്ഷെ നമ്മളും ഒരു എനർജിയൊക്കെ നിർത്താതെ തന്നെ കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിന് പിന്നീട് വലിയൊരു മാറ്റത്തെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. അതേപോലെ വെള്ളത്തിന്റെ കാര്യമാണെങ്കിലും പഠിത്തത്തിന്റെ കാര്യമാണെങ്കിലും അങ്ങനെയാണെന്നൊക്കെ സെഹ്യോണും പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഗാമിനും ബാക്കിയുള്ള കുട്ടികൾക്കും മോട്ടിവേഷൻ ഒക്കെ തോന്നുന്നു. സുൺചോളിനെ കാണാത്തത് കൊണ്ട് തന്നെ ഗാമിന്റെ കൂടെ അവൻ ഉണ്ടോ എന്നൊക്കെ അറിയുവാനായിട്ട് ഫ്രണ്ട്സും ഇപ്പോൾ ഗാമിനൊക്കെ വിളിച്ചു നോക്കുകയാണ്. പക്ഷെ സുൺചോളും മുത്തശ്ശനെ കുറിച്ച് ക്രിട്ടിക്കൽ ആണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മുത്തശ്ശനെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്കും ഓടുന്നു. മുത്തശ്ശനും ഇപ്പോൾ എക്സാം ഒക്കെ തുടങ്ങാറായെന്നും എക്സാം ഒക്കെ എഴുതുവാനായിട്ട് പോണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വാശി പിടിച്ചൊക്കെ നിൽക്കുകയാണ്. സുണിച്ചോൾ എത്തിക്കഴിഞ്ഞിട്ട് അവന്റെ ഒപ്പം ഒന്നിച്ചു പോകാമെന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ അതൊന്നും തന്നെ കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയായിരുന്നു ഗാമിനും ടീമും കൂടി മുത്തശ്ശനെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സുണിച്ചോൾ ഹോസ്പിറ്റലിലേക്കാണ് ഓടുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഓടി വരുന്ന വഴിക്ക് കുറേയധികം കുട്ടികളൊക്കെ അവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നേരത്തെ കൊലക്കുറ്റമൊക്കെ ഏറ്റെടുക്കാമെന്ന് സുണിച്ചോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷത്തിൽ അവൻ വാക്ക് മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ പേരിൽ പ്രതികാരം ചെയ്യുവാനായിട്ടായിരുന്നു ഈ ഒരു കുട്ടികളെല്ലാം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുത്തശ്ശനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഗാമിനും മുത്തശ്ശൻ റെഡിയായിട്ടാണോ ഇരിക്കുന്നത്, നമുക്കും തുടങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ സണിച്ചോളും ഒരുപാട് കുട്ടികളുടെ അടിയും ഇടിയും ഒക്കെ തന്നെ കൊണ്ടിട്ട് അവരൊക്കെ തോൽപ്പിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റൊരു കാര്യമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന്റെ ഒരു എക്സാമിന് വേണ്ടിയൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ ഒരു എക്സാമിന്റെ കഴിഞ്ഞ മാസത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ലീവ് വഴി ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുത്തശ്ശനെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഇപ്പോൾ അതിന്റെ എക്സാം ഒക്കെ എഴുതിക്കൊണ്ടും ഇരിക്കുകയാണ്. കുട്ടികളുടെ ഹൈസ്കൂളിലുള്ള ആദ്യത്തെ എക്സാംസ് ഒക്കെ അവസാനിച്ചു. അതുപോലെ തന്നെ മുത്തശ്ശന്റെയും അവസാനത്തെ എക്സാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പഠിക്കുന്നതൊക്കെ എത്രത്തോളം രസകരമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ നീ വേണം സുണിച്ചോളിന് പറഞ്ഞു കൊടുക്കുവാനെന്നൊക്കെ മുത്തശ്ശനും ഗാമിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ പഠിക്കുന്നതൊക്കെ വളരെയധികം രസകരമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ സുണിച്ചോൾ നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ആയിരുന്നു അന്ന് ഗാമൻ മുത്തശ്ശന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന മറുപടിയും. ഗാമനും നേരത്തെ മുത്തശ്ശന്റെ കയ്യിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് വൊക്കാബുലറി എല്ലാം തന്നെ ഇപ്പോൾ സുണിച്ചോളിനെ ഏൽപ്പിക്കുന്നു. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നേരത്തെ പോലെ തന്നെ ഇപ്പോഴും ജിവോനേക്കാളും മാർക്കൊക്കെ ജുവനുണ്ടായിരുന്നു. നേരത്തെ സ്കൂളിലെ ഒന്നാം സ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയുടെ അതേ മാർക്ക് തന്നെയാണ് ഇപ്പോൾ സെഹിയുടെ ഉള്ളത്. രണ്ടുപേർക്കും ഒരുപോലെയാണ് ഒന്നാം സ്ഥാനമൊക്കെ ഉള്ളതും. അങ്ങനെ ഇരിക്കെ കാമിന്റെ മാർക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും അവന് 209ാമത്തെ റാങ്ക് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് അവരുടെ മാർക്കൊക്കെ കൂടിയതിനേക്കാളും കാമിന്റെ മാർക്ക് കൂടിയതിലായിരുന്നു ഏറ്റവും സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റഡി ഗ്രൂപ്പിലെ എല്ലാ കുട്ടികളുടെ മാർക്ക് 10 റാങ്കൊക്കെ മുകളിൽ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹാനോളിനെതിരായിട്ടുള്ള ഡിസിപ്ലിനറി കമ്മിറ്റിയിലൊക്കെ നിങ്ങളും എന്റെ ഒപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ലീയും നേരത്തെ ആ ഒരു ടീച്ചറിന്റെ അടുത്തൊക്കെ പറയുന്നു. ആ ഒരു ടീച്ചർ വേണമായിരുന്നു ഇതിനുള്ള അപ്രൂവൽ ഒക്കെ കൊടുക്കുവാൻ. സോ ആ ടീച്ചറും സൈനൊക്കെ ചെയ്ത് അതിനുള്ള അപ്രൂവൽ ഒക്കെ കൊടുത്തിരിക്കുകയാണ്. സോ കുട്ടികൾ എല്ലാവരും തന്നെ ഹാനോളിനെതിരായിട്ട് ഡിസിപ്ലിനറി കമ്മിറ്റിയൊക്കെ വിളിക്കുവാനായിട്ട് പോവുകയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുന്നു. സാധാരണ രീതിക്ക് ഹാനോൾ സ്കൂളിന് ഒരുപാട് അകത്തേക്കൊക്കെ കയറിയിട്ടാണ് വണ്ടി നിർത്താറുള്ളത്. പക്ഷെ ഇപ്പോൾ വോളണ്ടിയർ ആയിട്ട് നിൽക്കുന്നത് സുണിച്ചോളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അകത്തേക്ക് വണ്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ ഇറങ്ങിയിട്ട് നടന്നു പോകണമെന്നൊക്കെ സുണിച്ചോൾ പറയുമ്പോഴത്തേക്കും മറ്റു നിവൃത്തികളില്ലാതെ ഹാനോളും അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇറങ്ങി നടക്കുകയാണ്.
നിനക്കെതിരായിട്ട് ഡിസിപ്ലിനറി കമ്മിറ്റി ഒക്കെ വിളിക്കുവാനായിട്ട് പോവുകയാണല്ലോ. നീ ഇനി എന്താ ചെയ്യുക? മര്യാദയ്ക്കൊക്കെ നിന്നാൽ നിനക്ക് തന്നെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവും അവനെ കളിയാക്കുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സ്കൂളിലെ കുട്ടികൾ എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി കൂടുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കാണിക്കുന്നത്. ഹനുളും ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.